പുസ്തകം നമുക്കൊന്ന് എടുക്കാം. 3-ാം അധ്യായം എടുക്കാം. സ്തോത്രം. 3-ാമത്തെയും 4-ാമത്തെയും വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. മതി. മോശ വരുന്നത് യഹോവ കണ്ടു. സ്തോത്രം. ഇപ്പൊ ഈ തുടക്കമൊക്കെ നല്ല സന്തോഷമാ. ഇച്ചിരി കഴിയുമ്പോൾ എല്ലാം യഹോവ കാണുന്നെന്നാ പറയാൻ പോന്നെ. കർത്താവ് ഒരു സ്തോത്രം. മോശ വരുന്നത് ആര് കണ്ടു? യഹോവ കണ്ടു. സ്തോത്രം. എപ്പോഴും ഇങ്ങനെ പിശാച് കാണുന്നുണ്ട്, മന്ത്രവാദി നോക്കുന്നുണ്ടെന്നുള്ള ചിന്ത വിട്ടേച്ച് നിന്നെ യഹോവ കാണുന്നെന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഭരിക്കണം. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോഴേ മോശയെ ദൈവം ജനിപ്പിച്ചത് തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതി നടപ്പിൽ വരുത്താൻ വേണ്ടിയാ. പക്ഷേ 80 വയസ്സ് വരെ ആ പദ്ധതി നടപ്പിൽ വന്നില്ല. ഞാൻ ഇന്ന് ഒരു ആത്മീക ദൂത് തൊടുക. ഞാനൊരു ശബ്ദം കേട്ടോണ്ടാ ഈ ദൂത് എടുക്കുന്നേ. നീ ആഗ്രഹിച്ച സമയത്ത് നടക്കാത്ത ചില കാര്യം ദൈവത്തിന്റെ സമയത്ത് നടപ്പിൽ വരാൻ പോവാ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. ഏലീശയ്ക്ക് എന്നും കൊതിയുണ്ട് പുതപ്പിന്ന് വീഴണമെന്ന്. എന്നാ ഇന്ന് വീഴുകയല്ല. ഏലിയാവ് എടുക്കപ്പെടുന്ന മിനിറ്റിൽ ആ പുതപ്പ് നിനക്കുള്ളത് തന്നെയാ. അത് നിന്റെ മേൽ വരിക തന്നെ ചെയ്യും. ഈ നിങ്ങൾക്ക് മോശയുടെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ആദ്യത്തെ 40 വർഷം മോശ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പേരിന് യോഗ്യനായി. അതൊക്കെ ഈ ദൈവം വഴി വെട്ടിയതൊക്കെ ഓർത്താൽ പറഞ്ഞാൽ നിങ്ങൾ തുള്ളിച്ചാടും. ഞാൻ ഒരു ദൂത് അതിനകത്ത് പറയാം. രാജാവ് പറഞ്ഞു ആണിനെ മൊത്തം കൊല്ലണം. ആണിനെ. ഞാനൊരു കാര്യം പറയാം. വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ ഒരു നിയമവും നിന്നെ തൊടുകയില്ല. വിശ്വാസം ഉണ്ടല്ലോ? സ്തോത്രം ചെയ്യാവൂ. എന്തെല്ലാം ആരെല്ലാം വിധി പറഞ്ഞാലും നിനക്കുള്ള വിധി അവിടുന്നല്ല, നിനക്കുള്ള വിധി ദൈവത്തിൽ നിന്നാ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനി ദൈവത്തിന് ഇഷ്ടം പറയാം. വെല്ലുവിളിക്കുന്നവന്റെ മുമ്പിൽ നീ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതല്ല ഇഷ്ടം. വെല്ലുവിളികളുടെ മുമ്പിൽ ധൈര്യത്തോടെ നീ നിൽക്കുന്നതാ ദൈവത്തിന് ഇഷ്ടം. മോശയുടെ വീട്ടിൽ കൂട്ട നിലവിളിയാ. അയ്യോ മോശ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മോശയുടെ പെങ്ങൾ ഒരു ഞാങ്ങണപ്പെട്ടകത്തിൽ മോശയെ കൊണ്ടുവച്ചിട്ട് അവൻ എന്ത് ഭവിക്കുന്നുവാണ് നോക്കി നിൽക്കുക. എൻ്റെ പൊന്നു പെങ്ങളെ, നീ ടെൻഷൻ എടുക്കുന്നത് ഒന്നും ഭവിക്കുകയില്ല. ഇത് കൊണ്ടുപോകുന്ന റൂട്ട് വേറെയാ. ഞാനൊരു സന്ധ്യ നിങ്ങളോട് പറയാം, നിന്നെ തമ്പുരാൻ കൊണ്ടുപോകുന്ന വഴി വേറെയാ. ലോകത്തിൽ ആരും സഞ്ചരിക്കാത്ത സ്ഥലത്തൂടെ. ഓ ഗ്ലോറി ടു ഗോഡ്. തിരിച്ചറിവുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. ഈ ദിവസങ്ങൾ എഴുതിയിട്ടോ നീ എത്താനിടത്തെത്താൻ ദൈവം ഒരു റൂട്ട് മാപ്പ് വരച്ചിട്ടുണ്ട്. ആ റൂട്ട് മാപ്പിൽ കൂടെ നീ യാത്ര ചെയ്യും. ഓ നിനക്ക് പോലും അത്ഭുതമായിരിക്കും. ഓ മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് പ്രയർ ആശീർവാദം പറയുന്നതിന് മുമ്പ് ചിലരെ പരിശുദ്ധാത്മാവ് തൊട്ട് പറയുക. ഇപ്പോൾ നിനക്ക് ഭവിച്ചതിന് ടെൻഷൻ എടുക്കണ്ട. ഇപ്പോൾ നിനക്ക് ഭവിച്ച പ്രോബ്ലത്തിൽ ടെൻഷൻ എടുക്കണ്ട. ആരും പോകാത്തൊരു വഴിയെ കൂടെ എല്ലാവർക്കും നേരെ ഉയർന്ന വാള് നിനക്ക് നേരെ ഉയരുകയില്ല. എല്ലാവർക്കും നേരെ വന്ന വിധി നിനക്ക് നേരെ വരികയില്ല. ഈ മോശക്കുഞ്ഞ് ഫറവോന്റെ കൊട്ടാരത്തിലായിപ്പം
ഈയിടെ 16 വയസ്സുള്ളൊരു ഒരു ചെറുക്കനും കൂടെ പ്രേമമാണ്. അപ്പോൾ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞ പാസ്റ്റർ, ഈ കൊച്ചിനോടൊന്ന് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ പ്രേമിച്ചുകൊണ്ട് നടക്കരുത്. അന്നേരം ആ കൊച്ചു പറയുക, എനിക്ക് 16 വയസ്സുണ്ട്, എനിക്ക് ഭേദാഭേദങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഞാൻ പറഞ്ഞു, എന്തോ എനിക്ക് ഭേദാഭേദങ്ങളെ ഞാൻ പറഞ്ഞു, നൂലെ കെട്ടി തന്നാന്നോ? 16 ഉള്ളു, നീ അവിടെ ഇരി. മനസ്സിലായില്ലേ? നമ്മുടെ എല്ലാ ഇപ്പൊ ഒരു കാര്യം, 40 വയസ്സ് വരെ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടില്ലേ? പിന്നെ അവൻ ചിന്തിക്കുന്നത് എന്തുവാ? ഇങ്ങനൊക്കെ ജീവിക്കാനാ എൻ്റെ വിധി, ഇങ്ങനൊക്കെ ജീവിക്കാനാ. 40 വയസ്സ് വരെ രക്ഷപ്പെട്ടില്ല, പിന്നെ പെടുവോ? ഇല്ലെന്നേ. അപ്പൊ മോശ ഓർത്തു, ചിലപ്പോ അത്ര പൂശി ജീവിക്കാനായിരിക്കും എന്നെ ദൈവം ജനിപ്പിച്ചത്. അല്ല, പെട്ടെന്ന് ഈ തമ്പുരാൻ ഈ കൊട്ടാരത്തിൽ നിന്ന് മോശയെ അങ്ങ് ഇറക്കി. എന്തുവാ? ഈ ചിലയിടത്തു നിന്നൊക്കെ തമ്പുരാൻ ചിലരെ ഇറക്കുന്ന എന്തിനാണെന്നറിയാവോ? കളയാനല്ലടാവേ. ജീസസ് നിന്നെ എങ്ങോട്ടോ കൊണ്ടുപോവാ, നിനക്ക് പോലും അറിയത്തില്ല നിന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന്. പക്ഷെ നിന്നെ വിളിച്ച ലക്ഷ്യത്തിലേക്കാ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് 40 വർഷം എന്തുവാ? ആടിനെ തീറ്റുക. ഈ കൊട്ടാരത്തിലെ രാവിലെ ബ്യൂട്ടി പാർലറിൽ വരും റെഡിയാക്കാൻ, സ്തോത്രം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഡൈനിങ് ടേബിളിൽ വരും, സ്തോത്രം. രാജകീയ ജീവിതം. വെള്ളം കുടിക്കണ്ട, ജ്യൂസ് തന്നെ കുടിച്ചാൽ മതി. പക്ഷേ മരുഭൂമി പോയപ്പോഴോ, ആടിനെ തീറ്റാൻ പോയപ്പോഴോ, രാവിലെ പൊതിയും കൊണ്ട് പോക്കോണം. ഒറ്റ ആട് മിണ്ടത്തില്ല. ആടെ ഗുഡ് മോർണിംഗ് പറയണ്ട, ആടെ ഗുഡ് നൈറ്റ് പറയണ്ട. 40 വർഷം മൗനം. ഗ്ലോറി. ഇവൻ വിചാരിച്ചു ഈ 80 തീരുക. 80ാമത്തെ വയസ്സിൽ ദൈവം എഴുന്നേറ്റു. ഇവനെ വിളിച്ച ലക്ഷ്യത്തിലേക്ക് ഇവനെ കൊണ്ടുവന്നേ പറ്റൂ. ഞാൻ ചിലരോട് പറയാം, സമയം അതിക്രമിച്ചിരിക്കുന്നു. നീ ചിലയിടത്തേക്ക് മൂവ് ചെയ്യേണ്ട സമയം അടുത്തിരിക്കുന്നു. നീ ചില കാൽവെപ്പുകൾ, കൃപ ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുക. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ചറ, ഈ മാസങ്ങളിൽ പ്രതീക്ഷിച്ചോളാൻ പറ. വിശ്വാസം പറ, ഈ മാസങ്ങളിൽ പ്രതീക്ഷിച്ചോ. നിന്റെ ലൈഫിൽ ഇതുവരെ നടക്കാത്ത ചിലത് നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവുക. നിന്നെ ചിലയിടത്തു നിന്നൊക്കെ ദൈവം ഇറക്കാൻ പോവുക. നിനക്കൊരു പുതിയ ചലനം തരാൻ പോവുക. നീ തന്നെ പറ,